കൊല്ലം അഞ്ചലിൽ ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ച യുവാക്കളെ കയ്യേറ്റം ചെയ്തതായി പരാതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലക്ഷംവീട് സ്വദേശി വിശാഖിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റ ശ്രമമുണ്ടായത്. നിയാസ്, ഷമീം, കണ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? വിഷ്ണു, അഞ്ചൽ കരികോണിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്ര പരിസരത്തിരുന്ന മദ്യപിച്ചവർക്കെതിരെ അവിടെയുള്ള യുവാക്കൾ ചേർന്ന് പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇവരെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് അവിടെയുണ്ടായിരുന്ന ഈ ലഹരി മാഫിയ സംഘം അവിടെയുള്ള യുവാക്കൾക്ക് നേരെ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം നടത്തിയിട്ടുള്ളത്. ഈ അഞ്ചൽ കരുകോൺ സ്വദേശിയായിട്ടുള്ള അനൂന് നേരെയാണ് ഈ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ലക്ഷംവീട് സ്വദേശി വിശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഈ സംഘത്തിൽ നിയാസ്, ഷമീം, കണ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇവർ ചേർന്നാണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം നടത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ പ്രദേശത്ത് ലഹരി മാഫിയയുടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള യുവാക്കളൊക്കെ ചേർന്ന് ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ വൈരാഗ്യം കൊണ്ടാണ് ഈ യുവാക്കൾക്കെതിരെയുള്ള കയ്യേറ്റ ശ്രമം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മദ്യപിച്ച ആളുകളെ അവിടെ നിന്ന് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിൽ ആണ് ഇത്തരമൊരു സംഘർഷം കൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ഇത്തരത്തിൽ പരസ്യമായി മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ കണ്ടതിൽ അവിടെയുള്ള യുവാക്കൾ പ്രതികരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരമൊരു വൈരാഗ്യം അത് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഈ യുവാക്കളെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഓശാന ഞായറിനോടനുബന്ധിച്ച് ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ